കഴിഞ്ഞ ദിവസം കൊല്ലത്തെ ഒരു സ്കൂളിൽ ഒരു കുട്ടി ഷോക്കേറ്റ് മരിച്ച സംഭവം വളരെ ദാരുണമായ സംഭവമാണ്. നടക്കാൻ പാടില്ലാത്തതാണ്. അനാസ്ഥയാണ് അതിന് പ്രധാന കാരണം എന്നുള്ളത് നമുക്ക് പറയാം. കാരണം ഒരു വിദ്യാലയത്തിൽ കുട്ടികളെ സംരക്ഷിക്കേണ്ടത് അവിടുത്തെ അധ്യാപകരുടെയും അനധ്യാപകരുടെയും ആ വിദ്യാലയത്തിൻ്റെ മൊത്തത്തിലുള്ള ചുമതലയാണ്. അപ്പോൾ ഒരു കുട്ടികൾ ക്ലാസ്സിൽ നിന്ന് പുറത്തു പോയി വേറെ സ്ഥലത്തേക്ക് പോകുന്നു എങ്കിൽ അതും കൺട്രോൾ ചെയ്യേണ്ട അവിടുത്തെ അധ്യാപകരാണ്, അല്ലെങ്കിൽ അവിടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുണ്ട്, അവരാണ് കൺട്രോൾ ചെയ്യേണ്ടത്. ഈ വിദ്യാലയത്തിൽ ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്ന ഒരു വിദ്യാലയത്തിൽ ഒരു ലൈൻ കമ്പി അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് സപ്ലൈ അത് കുട്ടികൾക്ക് അപകടകരമാകുന്ന രീതിയിൽ അവിടെ ആര് വെച്ചോ അവർക്ക് അതിനുള്ള ഉത്തരവാദിത്തം പറയാനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കുട്ടിയുടെ മരണത്തിൽ കുട്ടികളോടൊപ്പം തന്നെ സർക്കാരിനും കൃത്യമായിട്ടത് ഉത്തരം പറയാനുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ചിഞ്ചുറാണി അവർ അവിടെ പോയി അതെല്ലാം കണ്ടുപോയതിന് ശേഷം അദ്ദേഹം പിന്നീട് പങ്കെടുത്ത ഒരു പരിപാടിയാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. അത് അവർ ആ പരിപാടി ഒഴിവാക്കേണ്ടതായിരുന്നു എന്നതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? തീർച്ചയായിട്ടും, അതായത് ഈ വലിയൊരു അപകടം, ദാരുണമായ അപകടം ഒരു ആരായാലും കണ്ടു നിൽക്കാൻ കഴിയില്ല. കാരണം ചിഞ്ചുറാണി ഒരു അമ്മയാണ്. അപ്പോൾ സ്വാഭാവികമായ ഒരു മകൻ്റെ സ്ഥാനത്ത് കാണേണ്ടതാണ്. അപ്പോൾ ആ കുട്ടി മരിച്ച ആ ഒരു സ്ഥലത്ത് നിന്ന് പോയിട്ട് ചിഞ്ചുറാണി പങ്കെടുത്തത് ഒരു സൂംബ ഡാൻസിലേക്കാണ്. അപ്പോൾ അത് ആർക്കും കണ്ടിരിക്കാൻ കഴിയില്ല. കാരണം ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഒരു ജനപ്രതിനിധി അല്ലെങ്കിൽ ഒരു മന്ത്രി എന്നൊക്കെ പറയുമ്പോൾ ഒരു പൊതുജനങ്ങൾക്ക് ഒരു മാതൃകയാകേണ്ട വ്യക്തിത്വമാണ്. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ഒരു സംഭവം നടക്കുമ്പോൾ കൊല്ലത്തെ വിദ്യാർത്ഥിയുടെ മരണവിവരം അറിഞ്ഞിട്ടും പാർട്ടി പരിപാടിയിൽ സൂംബ നൃത്തം ചെയ്തു. അതുമാത്രമല്ല, അത് തുടക്കം കുറിക്കുക മാത്രമല്ല, അതിൻ്റെ ഫുൾ ടൈമുള്ള നൃത്തത്തിൽ പങ്കെടുത്തു. അതിൻ്റെ ദൃശ്യങ്ങളടക്കമാണ് നമ്മളിപ്പോൾ പുറത്തുവിടുന്നത്. നമുക്ക് അധ്യാപകരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ അവിടെ കയറരുതെന്ന് സഹപാഠികൾ പറഞ്ഞിട്ട് പോലും അവൻ അതിനകത്ത് വലിച്ചു കയറി എന്നുള്ളതാണ് നമുക്കറിയാൻ. സ്വന്തം ജില്ലയിൽ ഒരു കുട്ടി ദാരുണമായ സാഹചര്യത്തിൽ മരിച്ചിട്ടും പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കുകയും സൂംബ നൃത്തത്തിൻ്റെ ഭാഗമാവുകയും ചെയ്തതാണ് വിവാദമായിരിക്കുന്നത്. ഇതേ പരിപാടിയിലാണ് മന്ത്രി മരിച്ച കുട്ടിക്കെതിരെ വിവാദ പ്രസ്താവന നടത്തിയത്. അതായത് കുട്ടികൾ ശ്രദ്ധിക്കണം, അതായത് കളിക്കാൻ പോകരുതെന്ന രീതിയിലൊക്കെ. തൃപ്പൂണിത്തുറയിൽ നടന്ന CPIയുടെ വനിതാ സംഗമ വേദിയിലായിരുന്നു മന്ത്രി ചിഞ്ചുറാണിയുടെ വിവാദ പ്രസംഗവും നൃത്തവും. പരിപാടി ആരംഭിക്കുന്നതിന് മുന്നോടിയായി നടത്തിയ പ്രസംഗത്തിലാണ് മന്ത്രി കുട്ടിക്കെതിരായ വിവാദ പ്രസ്താവനകൾ നടത്തിയത്. സംഭവത്തെ ലഘൂകരിച്ചുകൊണ്ടുള്ള പ്രസ്താവനകളായിരുന്നു മന്ത്രി നടത്തിയത്. വിദ്യാർത്ഥിയുടെ മേൽ പഴിചാരിക്കൊണ്ടും അധ്യാപകരെ ന്യായീകരിച്ചുകൊണ്ടും നടത്തിയ പ്രസംഗം വൈകാതെ വിവാദമായിരുന്നു. കുട്ടിയുടെ മരണത്തിൽ വിഷമമുണ്ടെങ്കിലും അവൻ്റെ പ്രവൃത്തിയാണ് അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് മന്ത്രിയുടെ വാദം. നമുക്കറിയാമല്ലോ, കൊച്ചു കുട്ടികൾ അവർക്കറിയില്ല. അവരിപ്പോൾ പന്ത് കളിക്കുമ്പോൾ നമ്മൾ കുട്ടിക്കാലത്താണെങ്കിലും പന്ത് കളിക്കുമ്പോൾ അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കുമ്പോൾ ബോൾ എവിടെ പോയാലും നമ്മൾ ചാടിയെടുക്കാൻ നോക്കുമല്ലോ. അതുകൊണ്ടല്ലേ വീട്ടുകാരൊക്കെ പറയുന്നത് കിണറോ വല്ലതും ഒക്കെ കാണും, അതുകൊണ്ട് സൂക്ഷിക്കണം എന്ന രീതിയിൽ പറയുന്നത്. അത് പക്ഷേ ഒരു ഗ്രൗണ്ടിലോ അല്ലെങ്കിൽ പുറത്തെവിടെയെങ്കിലും ആയിരിക്കും. അതെ, ഇത് സ്കൂളിൽ തന്നെയാണ്. അപ്പോൾ ആ സ്കൂളിലെ മേൽക്കൂരയുടെ തൊട്ട് ചേർന്ന് തന്നെ ഈ ഇലക്ട്രിക് ലൈനൊക്കെ പോകുന്നത് പലതവണ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. അതുപോലും അത് മാറ്റാൻ ഇവർ ശ്രമിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ഈ പ്രസംഗത്തിന് ശേഷമാണ് മന്ത്രി ഈ സൂംബ നൃത്തത്തിൽ, ഈ പരിപാടിയുടെ ഭാഗമായുള്ള സൂംബ നൃത്തത്തിൽ പങ്കെടുത്തത്. മറ്റ് വനിതാ നേതാക്കൾക്കൊപ്പം സന്തോഷവതിയായി പാട്ടിന് ചുവടുവയ്ക്കുന്ന മന്ത്രിയുടെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. അല്പനേരത്തേക്കല്ല, മറിച്ച് പാട്ട് തീരുന്നതുവരെയും മന്ത്രിയും മറ്റ് നേതാക്കളും സൂംബ നൃത്തം കളിക്കുന്നതായിട്ടാണ് വീഡിയോയിൽ കാണാനാവുക. മന്ത്രിയുടെ പ്രവൃത്തി വലിയ പ്രതിഷേധത്തിനാണ് വഴിവെച്ചിരിക്കുന്നത്. കാരണം അത് ആർക്കും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സംഭവം കൂടിയാണ്. പ്രത്യേകിച്ച് ഇത്രയധികം ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ഈ അന്തരീക്ഷത്തിൽ അത്യന്തം വിവേകശൂന്യമായ പ്രവൃത്തിയാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് എന്നതാണ് പ്രധാന ആരോപണം. ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ള മന്ത്രിമാരും ഉദ്യോഗസ്ഥരും മരിച്ച മിഥുൻ്റെ വീട്ടിലെത്തുകയും ബന്ധുക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന അവസരത്തിലാണ് കൊല്ലം ജില്ലയിൽ നിന്ന് തന്നെയുള്ള മന്ത്രി പാർട്ടി പരിപാടിയിൽ പങ്കെടുത്തത്. അതേസമയം എറണാകുളത്തേക്കുള്ള യാത്രാമധ്യയാണ് വിവരം അറിഞ്ഞതെന്നും തിരിച്ചു വരുമ്പോൾ മിഥുൻ്റെ വീട്ടിൽ കയറാമെന്നായിരുന്നു തീരുമാനിച്ചതെന്നുമാണ് ചിഞ്ചുറാണിയുടെ പ്രതികരണം. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അന്വേഷണം നടത്തി കുറ്റക്കാരായവരെ കണ്ടെത്തി ശിക്ഷിക്കും. എറണാകുളത്തേക്കുള്ള യാത്രാമധ്യയാണ് ദാരുണമായ സംഭവത്തിൻ്റെ വിവരം അറിഞ്ഞത്. പരിപാടിയിൽ പങ്കെടുത്ത് തിരികെ വരുമ്പോൾ ഉറപ്പായും ഇതിൻ്റെ വീട്ടിൽ കയറുമെന്നൊക്കെയാണ് പറയുന്നത്. പരിപാടി ആരംഭിച്ചു പോയിരുന്നതുകൊണ്ടാണ് മാറ്റിവെക്കാൻ കഴിയാഞ്ഞതും അതിൽ അതൊരു ന്യായീകരണമേ അല്ല. കാരണം ഒരിക്കലും അല്ല, പരിപാടി ആരംഭിച്ചെന്താ. അല്ലെങ്കിൽ ഇതുപോലെ പറയാമായിരുന്നു. ഒന്നുകിൽ പറയാം, ഇതുപോലെ ഒരു കുഞ്ഞ് എൻ്റെ നാട്ടിൽ മരിച്ചു, ഞാൻ അവിടുത്തെ ഒരു ജനപ്രതിനിധിയാണ്, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ നൃത്തത്തിൽ പങ്കെടുക്കുന്നില്ല, നിങ്ങൾ അതിൽ പങ്കെടുത്തോളൂ എന്ന് പറഞ്ഞ് മാറിയിരിക്കുക. അല്ലെങ്കിൽ ഈ നൃത്തം തന്നെ ഒഴിവാക്കാം. ഇങ്ങനൊരു സാഹചര്യം, കേരളീയ പൊതുസമൂഹം മുഴുവൻ ദുഃഖത്തിലിരിക്കുന്നൊരു സാഹചര്യത്തിൽ നമുക്ക് ഈ നൃത്തം ഇന്നിവിടെ ഒഴിവാക്കാം എന്ന് പറയാമായിരുന്നു. അല്ലെങ്കിൽ രണ്ടാമത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നൃത്തം നടക്കട്ടെ, ഞാൻ ഇത് ഒരു വിഷമത്തിലിരിക്കുകയാണ്, ഒരു വിഷമവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്, അപ്പോൾ അതുകൊണ്ട് ഞാനിതിൽ പങ്കെടുക്കുന്നില്ല എന്ന് പറയാമായിരുന്ന ഇവർ ആ നൃത്തത്തിൽ പങ്കെടുക്കുന്നു, അതുമാത്രമല്ല എൻജോയ് ചെയ്യുന്നു. ഇതൊക്കെ ഒരു ആൾക്കാർക്ക് കണ്ടിരിക്കാൻ കഴിയില്ല. കാരണം നമ്മളിപ്പോൾ ഒരു സാധാരണ വ്യക്തിയോ
ഒക്കെ ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. മന്ത്രി എന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേക പദവിയുണ്ട്. അവരെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നതാണ്. ജനങ്ങൾ തിരഞ്ഞെടുത്ത് അതിനുശേഷം അവരെ മന്ത്രിയാക്കുന്നത് ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയാണല്ലോ. സ്വാഭാവികമായും ഇത്ര ദാരുണമായ ഒരു കുഞ്ഞിൻ്റെ മരണം നടക്കുമ്പോൾ ഇവർക്ക് എങ്ങനെ ഇതിന് സാധിക്കുന്നു എന്നുള്ളതാണ് കേരളീയ പൊതുസമൂഹം തന്നെ ചോദിക്കുന്നത്. ഈ ജനപ്രതിനിധികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ പൊതുസമൂഹത്തിന് മാതൃകയാവേണ്ട ആളുകളാണ്. അതെ. അതുകൊണ്ടാണ് അവരുടെ ചില പ്രവൃത്തികളും അല്ലെങ്കിൽ അവരുടെ ചില വാക്കുകൾ പോലും എപ്പോഴും വിവാദത്തിലാവുന്നത്. അതെ. ഒരു സാധാരണ ഒരു പബ്ലിക് പെരുമാറുന്നത് പോലെ ഒരിക്കലും ഒരു ജനപ്രതിനിധികൾക്ക് പെരുമാറാൻ പറ്റില്ല. ജനപ്രതിനിധി എന്നതിനപ്പുറത്തേക്ക് ഇവർ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ കൂടെയാണ് ഇരിക്കുന്ന ഒരു ആളാണ്. അതായത് മന്ത്രി എന്ന് പറയുന്ന ഒരു പദവി. അപ്പോൾ മന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മണ്ഡലത്തിന്റെ മാത്രം ജനപ്രതിനിധിയല്ല, ഒരു സംസ്ഥാനത്തിന്റെ മന്ത്രിയാണ്. അവിടെ രാഷ്ട്രീയോ വ്യക്തികൾക്കോ ഒന്നും പ്രാധാന്യമില്ല. സംസ്ഥാനത്തിന്റെ ആണ് മന്ത്രി, അല്ല രാഷ്ട്രീയ പാർട്ടിയുടെ അല്ല, ജില്ലയുടെ അല്ല. പിന്നീട് അവർക്ക് ഓരോ ജില്ലകളുടെ ചുമതല കൊടുക്കുന്നതാണ്. അപ്പൊ ഈ കൊല്ലം ജില്ലയില്, പ്രത്യേകിച്ച് അവരുടെ ജില്ലയിൽ ഒരു കുട്ടി മരിച്ച സംഭവത്തിൽ അവർ ഈ പാർട്ടി പരിപാടിയാണ് പങ്കെടുക്കേണ്ടതെന്നും നമുക്ക് പറയാൻ പറ്റില്ല. അത് കാരണം അവർ ആ പാർട്ടിയുടെ ഭാഗമായിട്ടാണ് ഈ ജനപ്രതിനിധിയായി വരുന്നതും കാര്യങ്ങളൊക്കെ. സ്വാഭാവികമായിട്ടും അവർ ആ പരിപാടിയിൽ പങ്കെടുക്കണം, പങ്കെടുത്തതും തെറ്റില്ല. പക്ഷേ അവർക്ക് പറയാം, നേരത്തെ വിൻചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ അവർക്ക് പറയാം, അതായത് എൻ്റെ നാട്ടിൽ ഇങ്ങനെ ഒരു മരണം നടന്നിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഈ പരിപാടിയുടെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഞാനങ്ങ് പോകും, കാരണം അവിടെ ഞാൻ നിൽക്കേണ്ടതാണ്. അതൊരു സാമാന്യ ബുദ്ധിയാണ്, ഒരു കോമൺ സെൻസിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. എൻ്റെ നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നു, കേരളം ഒട്ടുക്കും ചർച്ച ചെയ്യുന്ന അത്രയും പ്രാധാന്യമുള്ള ഒരു മരണം നടന്നിരിക്കുന്നു, അതും ഒരു ചെറിയ കുട്ടിയുടെ മരണം. നമുക്കറിയാം വൈകാരികമായിട്ട് വലിയ തലങ്ങളിലേക്ക് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സംഭവമാണ് ഈ കുട്ടികളുടെ മരണം എന്ന് പറയുന്നത്. വലിയ പ്രായമായ ആളുകളുടെ മരണം ഇതാണെന്നല്ല പറയണത്, പക്ഷേ അതിൽ കൂടുതൽ പ്രാധാന്യം ഉണ്ടാകും കുട്ടികൾ. പ്രത്യേകിച്ച് ഒരു വിദ്യാലയത്തിൽ ഷോക്കേറ്റ് മരിക്കുന്ന ഒരു കുട്ടിയുടെ അവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കണം. നമ്മുടെയൊക്കെ കുടുംബത്തിലാണ് അങ്ങനെയെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും ഇതേപോലെ ഡാൻസ് കളിക്കാൻ പോകും. ഇവരുടെ കുടുംബത്തിലാണെങ്കിൽ ഇവരെ കഴിഞ്ഞിട്ട് ഡാൻസ് കളിക്കാൻ പോവില്ല. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമുക്ക് നമ്മുടെ നാട്ടിലെ ഒരു കുട്ടി ഇങ്ങനെ ഒരു മരണം ഉണ്ടായിരിക്കുന്നു, അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പരിപാടി ഞാനാണ് ഉദ്ഘാടനം ചെയ്യേണ്ടെങ്കിൽ ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു, എന്നിട്ട് ഞാൻ പോവുകയാണ്, നിങ്ങൾ ബാക്കി പരിപാടി നിങ്ങൾ നടത്തിക്കോ, അതിൽ തെറ്റില്ല. ഒരാവശ്യവുമില്ലാണ്ട് ഈ പരിപാടിയിൽ വന്നിരുന്നിട്ട് സൂംബ ഡാൻസിന് മുഴുവൻ ചിരിച്ച് കളിച്ച് അവരോടൊപ്പം ആടി ആർത്തുല്ലസിച്ചിട്ട് തിരിച്ചു പോയിട്ട് ഇവർക്ക് എങ്ങനെയാണ് ആ വീട്ടിൽ പോയിട്ട് അവരെ ആശ്വസിപ്പിക്കാൻ പറ്റുക? അത് പറ്റില്ല അവർക്ക്. അവർ ആ വീട്ടിൽ പോയിട്ട് പിന്നീട് കളിക്കുന്ന മുഴുവൻ നാടകമായിട്ടേ വരുള്ളൂ. അവിടെ ചെന്നിട്ട് അവരോട് ഇങ്ങനെയാണ് ഞാൻ നിങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നത്, എവിടെ എങ്ങനെ ദുഃഖത്തിൽ പങ്കുചേരാൻ പറ്റും? ഇപ്പുറത്ത് പോയി ചിരിച്ച് കളിച്ച് ഡാൻസ് കളിച്ച് ഒരാൾക്ക് അവിടെ പോയിട്ട് ദുഃഖത്തിൽ പങ്കുചേരാൻ പറ്റും? ഇതെല്ലാം അഭിനയമായിട്ട് തോന്നും. ശരിക്കും പറഞ്ഞാൽ ഒരു സിനിമ അഭിനയം പോലെ തോന്നും. ഒരു മാതാപിതാക്കൾ കുളിപ്പിച്ചൊരുക്കി ഒരു കുട്ടിയെ സ്കൂളിൽ വിടുമ്പോൾ എന്ത് പ്രതീക്ഷയോടെയാണ് അവർ വിടുന്നത്. തിരിച്ച് ആ കുട്ടി വരാതെ വേറൊരു ഡെഡ് ബോഡിയായി തിരിച്ചെത്തുമ്പോൾ അവരുടെ ഹൃദയം പൊട്ടുകയാണ്. ആ സമയത്ത് ഈ സ്ത്രീ അവിടെ കിടന്ന് നൃത്തം ചെയ്യുന്നു. അതിനുശേഷം ഇവർ വൈകുന്നേരം അങ്ങോട്ട് പോയപ്പോഴാണ് അറിഞ്ഞത് പാർട്ടി പരിപാടിയാണ്, ഒഴിവാക്കാൻ പറ്റത്തില്ല. ശരി, പാർട്ടി പരിപാടിയാണ്, CPM-ഉം CPI ഒക്കെ പാർട്ടി പരിപാടിയാണ്, ലോകത്തിലെ ഏറ്റവും വലിയ സംഭവം, അത് സമ്മതിക്കുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് ഇവർ വന്നിട്ട് പിന്നീട് ഒരു ട്രാൻസ്ഫോർമേഷൻ പോലെ കരയുന്നു. ഇതൊക്കെ ഒരു അഭിനയമായിട്ട് മാത്രമേ കാണാൻ കഴിയൂ. അല്ലെങ്കിൽ അവരവിടെ വെച്ച് ഇതിനകത്ത് പറയണമായിരുന്നു, എനിക്ക് വളരെ ദുഃഖമുള്ളൊരു ദിവസമാണ്, ഞാൻ പെട്ടെന്ന് പോവുകയാണ് എന്ന് പറഞ്ഞ് പോയാൽ അതാണ് അന്തസ്സ്. ഇത് ഒരുമാതിരി സിനിമാഭിനയം പോലെ അല്ല മന്ത്രിപ്പണി. അത് ഈ പറഞ്ഞതുപോലെ ഈ പക്വതയും ഒന്നുമില്ലാത്ത, പ്രായോഗിക പരിജ്ഞാനവും ഒന്നും ഇല്ലാത്തവരെയൊക്കെ പിടിച്ച് മന്ത്രിയാക്കുന്നതിൻ്റെ ഫലമാണ് ഇപ്പോൾ ഈ പിണറായി സർക്കാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ആരോഗ്യമന്ത്രി ഉണ്ടല്ലോ, എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത്. വിമാനത്താവളത്തിൽ വന്നിറങ്ങിയിട്ട് അവിടെ ഉള്ളവരെ ഭീഷണിപ്പെടുത്തുന്നു, അത് കഴിഞ്ഞ് എന്തൊക്കെയോ വിഭ്രാന്തി പൂണ്ട് നടക്കുന്നു. അത് ഇതെന്തോ ലോകത്തിലെ ഏറ്റവും വലിയൊരു സംഭവമാണ്, തനിക്ക് മാത്രമേ കിട്ടത്തുള്ളൂ എന്ന് പറയുന്ന ആ ഒരു ലഹരിയുടെ ഒരു മത്ത്, അധികാരത്തിൻ്റെ മത്ത് പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ അടുത്ത പ്രാവശ്യം അവിടെ വന്ന് നിൽക്കുമല്ലോ ചടയമംഗലത്ത്. അപ്പോൾ ജനങ്ങൾ വോട്ടിലൂടെ അതിന് മറുപടി നൽകും. അപ്പോഴേ ഇവരൊക്കെ പഠിക്കൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.